ഓരോ ജോലിക്കും അതതിൻ്റേതായിട്ടുള്ള ജോലിക്കാരുണ്ട്. പ്രാഗൽഭ്യം തെളിയിച്ചവരും പ്രാഗൽഭ്യം നേടിയവരുമൊക്കെ. സ്ഥിരമായി അതേ ജോലികൾ ചെയ്യുന്നവരുമുണ്ടാകാം. എന്നാലും മറ്റൊരാൾ അത് ചെയ്തെന്ന് കരുതിയിട്ട് അതിന് പ്രത്യേകിച്ചൊരു കുഴപ്പവും വരാൻ പോണില്ലല്ലേ. ചെയ്യുന്ന ആൾക്കാർ ആത്മാർത്ഥതയോടെയാണ് ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ ഏതൊരു ജോലിയും അതിൻ്റെ ആ ഒരു പൂർണ്ണതയും ഒരു ഭംഗിയും ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. ഇന്ന ആൾ ഇന്നതേ ചെയ്യാൻ പാടൂ എന്നോ അല്ലെങ്കിൽ ഇന്ന ജോലി ഇന്ന ആൾക്കാർക്കുള്ളതാണെന്നോ എന്നും ഒരു നിയമം ഇല്ലല്ലോ അല്ലേ. അപ്പോൾ പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യമാണിത്. ചിലപ്പോൾ തോന്നും ഏതോ ഒരു പെയിൻറ്ററുടെ ബാധ എനിക്ക് കൂടിയതാണോ എന്ന്. എന്തോ ആവട്ടെ, പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കൂടെ ഇരിക്കുക കൂടെ നടക്കുക എന്നുള്ളത് യോണ്ടാൻ്റെയും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ തകൃതിയായിട്ട് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കണേന് കാരണം വേറൊന്നുമല്ല, കുറച്ച് പെയിൻറ്റും കൂടി ഇനി തീരാനുണ്ട്. അതൊരു മെയിൻ കാരണം. പിന്നത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ തുടങ്ങാൻ പോണേല്ലേ. ജൂഡ്സനാണെങ്കിൽ നേരവുമില്ല. ജൂഡ്സൻ ചെയ്യാം എന്ന് പറയും, സമയം കിട്ടുന്നില്ല, ലീവും കിട്ടുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ ഓർത്ത് ഈ പെയിൻ്റ് ഇരുന്ന് കട്ടയിൽ പോകണതിന് മുമ്പ് അതങ്ങ് ചെയ്തേക്കാമെന്ന്. അങ്ങനെ തുടങ്ങിയ ഒരു പണിയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് വേണ്ടെന്നൊരു ചിന്ത വരുന്നതിന് മുമ്പായിട്ട് അതങ്ങ് ആ ഒരു ഉത്സാഹത്തോടു കൂടി തന്നെ അത് ചെയ്യണമെങ്കിൽ നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. നമുക്കത് മടുപ്പില്ലാണ്ടും ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പെയിൻ്റ് അടിച്ച് പെയിൻറ്റ് തീർന്നിട്ടാ, പക്ഷെ മതിലിൻ്റെ അറ്റം എത്തിക്കാൻ പറ്റിയില്ല എനിക്ക്. എന്നാലും ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൂട്ടി കാണുന്ന ഭാഗം വരെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ നെക്സ്റ്റ് കള്ളിയുടെ ഒരു പകുതി ഭാഗം വരെ, ആ ബൊഗൈൻവില്ല നിൽക്കുന്ന ആ ഭാഗം വരെ ഞാൻ ഒപ്പിച്ചെടുത്തിട്ട് അതെങ്ങനെയും പിന്നീട് പെയിൻറ്റ് വാങ്ങിച്ചിട്ട് ബാക്കിയുള്ളതും കൂടി പൂർത്തിയാക്കാം. ഇപ്പം എന്തായാലും ഈ അഴുക്കുള്ള ഭാഗം ഉണ്ടല്ലോ, ന്യൂസ് പേപ്പറുള്ള ഭാഗം, അതങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാമെന്ന് കരുതി ചടപടേന്ന് അങ്ങോട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടാ. പെയിൻ്റ് അടി കൊണ്ട് തീരും എന്നാണ് കരുതിയിട്ടാ. പെയിൻ്റ് അടിച്ചപ്പോൾ കാണുന്ന ആ ഒരു വൃത്തിയും ഭംഗിയുണ്ടല്ലോ, അത് കണ്ടപ്പം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്യാമെന്ന് കരുതി അതിലേക്ക് ഇറങ്ങി.